എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. അപ്പോൾ സിജോ പറയുന്നുണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല, രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ ഫൈറ്റിൽ സംഭവിച്ചതാണ്, അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അപ്പം എനിക്ക് പരാതിയൊന്നും ഇല്ലയെന്ന് സിജോ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് പറയുന്നുണ്ട്. നിങ്ങളാരും പേടിക്കണ്ട, 24 മണിക്കൂർ ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ റോക്കിയും കൺഫെഷൻ റൂമിലിരുന്നിട്ട് സിജോൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഒക്കെ മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതുപോലെ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരെങ്ങനെയാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുക? ഇനി പോകുന്ന ദിവസങ്ങളിൽ ഇതിനേക്കാട്ടിലും വലിയ പ്രൊവോക്കിംഗ് ആയിരിക്കും മറ്റുള്ളവർ. അതിൽ അവിടുന്ന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ നല്ല ഗെയിമറാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. പ്രൊവോക്കിംഗ് ആണ് റോക്കിയുടെ ഗെയിം സ്ട്രാറ്റജി എങ്കിൽ സ്വയം പ്രൊവോക്ഡ് ആവാതിരിക്കുക എന്നുള്ള സാമാന്യ ബുദ്ധി റോക്കി കാണിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല.